ഹായ് എവരിവൺ, ദിസ് ഇസ് മീ Casac Benjali. ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ലൈഫിൽ നമ്മൾ നിലവിൽ ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ഇംപ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. എല്ലാവർക്കും വേണ്ടത് കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജീവിതം, കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു ജീവിതത്തിലേക്ക് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു 6 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്പർ 1 മെഡിറ്റേഷൻ തന്നെയാണ്. ഈ മെഡിറ്റേഷൻ എന്തിനാ ചെയ്യുന്നത്? മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ളൊരു അവയർനെസ് കിട്ടും. നിങ്ങളിപ്പോൾ ഇത് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ എന്തിനാണ് സങ്കടപ്പെടുന്നത്? നിങ്ങൾ എന്തിനാണ് നിരാശപ്പെടുന്നത്? നിങ്ങൾ ശരിക്കും സന്തോഷിക്കേണ്ട ആളല്ലേ എന്ന് നിങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടൊരു അവയർനെസ് കിട്ടുകയും നിങ്ങളുടെ ആവശ്യമില്ലാത്ത ചിന്തകളെയും ആവശ്യമില്ലാത്ത കാര്യങ്ങളെയും ഫിൽട്ടർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെ മാത്രം നിങ്ങളുടെ മനസ്സിനകത്തേക്ക് കടത്തിവിടാനുള്ള ഒരു കോൺഷ്യസ്നെസ്, അവെയർനെസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ മൈൻഡിനെ കൃത്യമായിട്ടുള്ളൊരു മെഡിറ്റേഷനിലൂടെ പ്രാക്ടീസ് ചെയ്ത് പ്യൂരിഫൈ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടുന്ന ആദ്യത്തെ സ്ട്രാറ്റജിയാണ്. സോ സ്ട്രാറ്റജി നമ്പർ 1, മെഡിറ്റേറ്റ്. നമ്പർ 2, ഗോൾ സെറ്റ് ചെയ്യുക എന്നത് തന്നെയാണ്. കാരണം ജീവിതത്തിൽ എവിടേക്ക് പോകണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും ഒരു ലക്ഷ്യം തീരുമാനിക്കണം. അത് ബിസിനസ് ആകാം, ജോലിയാകാം, വിദേശത്ത് പഠിക്കാൻ പോകുന്നതാകാം, ജോലി തേടിയിട്ട് പോകലാകാം, എന്തുമാവട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ആയിത്തീരണമെങ്കിൽ ലക്ഷ്യം നിർബന്ധമാണ്. ലക്ഷ്യം എന്തെങ്കിലും എപ്പോഴെങ്കിലും കേൾക്കുന്നൊരു കാര്യത്തെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾക്ക് കൃത്യമായി പ്ലാൻ ചെയ്യാതെ ചെയ്യേണ്ട ഒന്നല്ല. നമ്മുടെ അഭിരുചിക്ക് ചേരുന്നതാകണം. അതുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് കഴിവ് നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കണം. ആ ലക്ഷ്യത്തിന് വേണ്ടി പണിയെടുക്കുമ്പോഴും അതിൻ്റെ പിന്നാലെ ഓടുമ്പോഴും കഷ്ടപ്പെടുമ്പോഴും എല്ലാം നമുക്ക് സന്തോഷം ഫീൽ ചെയ്യുന്നതുമായിരിക്കണം. അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ, അത് വലിയ ലക്ഷ്യമാകാം, അതോടൊപ്പം തന്നെ 5 വർഷത്തേക്ക് മാത്രമുള്ള ചെറിയ ലക്ഷ്യമാക്കിയിട്ട് അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ലക്ഷ്യം ഉണ്ടായിരിക്കണം. ബിക്കോസ് നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത്? വൈ ആർ യു ഹിയർ ടുഡേ? And what are you doing? What you want to really achieve in your life? You should have all the answers. And where you want to achieve. And when you want to achieve. When you want to reach there. So you should have all the answers for all these questions. Number 3, read daily. എന്തിനാണ് വായിക്കുന്നത്? കുഞ്ഞുണ്ണി മാഷ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, വായിച്ചു വളർന്നാലും വായിച്ചില്ലേലും വളരും. പക്ഷെ വായിച്ചു വളർന്നാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. അത് വളരെ ജെന്റിലായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട വിഷയമാണ്. നിങ്ങൾ എന്താണ് വായിക്കേണ്ടത്? അത് വളരെ പ്രധാനമാണ്. കുറേ പത്രം വായിക്കണമെന്നാണോ? അല്ലെങ്കിൽ കണ്ണി കണ്ടതെല്ലാം വായിക്കണം, ആനുകാലികങ്ങൾ വായിക്കണം, അല്ലെങ്കിൽ ഓരോ ന്യൂസ് ഫീഡുകളിലും സെക്കൻഡുകൾ മാറി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളും ന്യൂസ് ഫീഡുകളും വായിച്ചുകൊണ്ടിരിക്കണമെന്നാണോ പറയുന്നത്? അല്ല, ഒരിക്കലുമല്ല. നിങ്ങളുടെ ഗോൾ എന്തിലാണോ സെറ്റ് ചെയ്തിരിക്കുന്നത്, എന്താണോ നിങ്ങളുടെ ഗോൾ ആക്ച്വലി സെറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഗോൾ നേടാൻ സഹായിക്കുന്ന, ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ സഹായിക്കുന്ന അറിവുകളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കഴിവുകളും വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള വായനയിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാതെ കണ്ണിൽ കണ്ടത് വായിക്കുക, എന്തെങ്കിലും വായിക്കുക എന്നത് നല്ല ശീലമല്ല. ഞാൻ വായിക്കുന്ന ആളാണ്, പക്ഷെ എനിക്ക് ആവശ്യമുള്ളതേ ഞാൻ വായിക്കാറുള്ളൂ. പത്രം പോലും ഞാൻ വായിക്കാറില്ല. ആവശ്യമുള്ളത് നമുക്ക് അവിടുന്ന് ഇവിടുന്ന് കേട്ട് കിട്ടിക്കോളും. പക്ഷെ എന്തിനാണ് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ അടങ്ങിയ പത്രം വായിക്കാൻ നമ്മൾ സമയം കളയുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. വ്യത്യസ്തമായ അഭിപ്രായമുള്ള ആളുകളുണ്ടാകും. അതിനെയും ഞാൻ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്പർ 4, ജഡ്ജ് ലെസ്. മറ്റുള്ളവരെ വിലയിരുത്തുക, മറ്റുള്ളവരെ വിധിക്കാതിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ വിധിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങുക. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് മറ്റൊരാൾ എന്ത് ചെയ്യുന്നു, മറ്റേ ആൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ, അയാൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, അയാൾക്കിത് ഇങ്ങനെ പറഞ്ഞാൽ പോരെ. നമ്മൾ എന്തിനാണ് മറ്റൊരാളെ ജഡ്ജ് ചെയ്യാൻ, അയാൾ ചെയ്തതിൻ്റെയും അയാൾ പറഞ്ഞതിൻ്റെയും അയാൾ പ്രവർത്തിച്ചതിൻ്റെയും ഒക്കെ ജഡ്ജ്മെൻറ്റിലേക്ക് പോകുന്നു? നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെല്ലാവർക്കും ഉള്ള ശീലവുമാണ്. മറ്റൊരാളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടിച്ചാടി പോകും. പക്ഷേ നമ്മളുടെ പ്രവൃത്തിയെക്കുറിച്ചുള്ള ജഡ്ജ്മെൻറ്റ് നടക്കുകയില്ല. മറ്റൊരാളെ ജഡ്ജ് ചെയ്യുന്നത് നിർത്തിയിട്ട് നമ്മളെ ജഡ്ജ് ചെയ്യുക. ഞാൻ എന്തിനാണ് ഇന്നലെ അത് ചെയ്തത്? അനലൈസ് ചെയ്യുക. ഞാൻ അയാളോട് അത് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു. സോ അടുത്ത തവണ ഞാൻ അങ്ങനെ പറയാൻ പാടില്ല, ഞാൻ അങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ല, ഞാൻ കുറച്ചും കൂടെ മെച്യൂരിറ്റിയോട് പെരുമാറണം, ഞാൻ കുറച്ചും കൂടെ ബെറ്റർ ആകണം. നിങ്ങളെ ജഡ്ജ് ചെയ്യുക, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാതിരിക്കുകയും ചെയ്യുക. ആൻഡ് നമ്പർ 5, ഹെൽത്തി ഫുഡ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. നമുക്ക് ഒരുപാട് വിജയം ഉണ്ടായി, ഒരുപാട് സന്തോഷം ഉണ്ടായി, ഒരുപാട് സമ്പത്ത് നേടി. പക്ഷെ ഇതെല്ലാം ആസ്വദിക്കണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ആരോഗ്യം നശിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം ഭക്ഷണങ്ങൾ തന്നെയാണ്. ഭക്ഷണത്തിലൂടെയാണ് ഒരു മനുഷ്യൻ്റെ ആരോഗ്യം നശിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അല്ലാതെയും ഉണ്ട്, പക്ഷെ ഏറ്റവും വലിയ കാരണം പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മൂലം തന്നെയാണ്. അപ്പോൾ ആരോഗ്യകരമായിട്ടുള്ള സമീകൃതമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുകയും നല്ല എനർജി, നല്ല എന്തൂസിയാസം, നല്ല ഊർജ്ജസ്വലത നിങ്ങൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. അതിൽ ഭക്ഷണത്തിൻ്റെ അളവും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും വളരെ പ്രധാനമാണ്. അപ്പോൾ സമീകൃതമായിട്ടുള്ള, പറ്റുമെങ്കിൽ ധാരാളം അതുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾസ് എല്ലാം നമുക്ക് ഗൂഗിളിലും മറ്റും കിട്ടും. വളരെ ജെന്റിലായി വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളുടെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഡയറ്റീഷ്യൻ്റെ പാറ്റേൺസ് എല്ലാം മനസ്സിലാക്കിയിട്ട് അത് ജീവിതത്തിൽ പിന്തുടരുക. ആൻഡ് നമ്പർ 6, പോസിറ്റിവിറ്റിയിൽ മാത്രം ഫോക്കസ് ചെയ്യുക. നമ്മുടെ ചുറ്റും ധാരാളം നെഗറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുന്ന ലോകമാണത്. ഒന്നും രണ്ടും ഒന്നുമില്ല, ധാരാളം നെഗറ്റിവിറ്റി ചുറ്റുമുണ്ട്. അപ്പോൾ ഈ നെഗറ്റിവിറ്റിയിലേക്ക് തന്നെ നിരന്തരമായി ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പകരം നെഗറ്റിവിറ്റിയിൽ നിന്ന് പുറത്ത് കടന്ന് പോസിറ്റിവിറ്റിയിലേക്ക് നമ്മുടെ മൈൻഡിനെ കൊണ്ടുപോവുക. ചുറ്റും നെഗറ്റീവാണ് 80% ഉള്ളത്. പക്ഷെ എല്ലാത്തിൽ നിന്നും ഒരു പോസിറ്റിവിറ്റി കണ്ടെത്തി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകുക. നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് സന്തോഷം നൽകുന്നതായിരിക്കണം എന്നില്ല. ആക്സിഡൻറ്റുകളാകാം, ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മരണമാകാം, നമ്മൾ ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. പക്ഷെ അതിൻ്റെ പേരിൽ സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എവിടെയും എത്താൻ പറ്റില്ല, നമുക്ക് എങ്ങോട്ടും പോകാനും പറ്റില്ല. പകരം നമ്മൾ കുതിച്ചു മുന്നേറണം, പോസിറ്റിവിറ്റിയിലേക്ക് നോക്കണം. പ്രതിസന്ധികൾ ഉണ്ടായിക്കഴിഞ്ഞാലും അതിൽ നിന്ന് അവസരങ്ങൾ കണ്ടെത്തിയിട്ട് മുന്നേറാൻ കഴിയണം. അവിടെയാണ് യഥാർത്ഥ വിജയം കുടികൊള്ളുന്നത്. അതിനുവേണ്ടി തയ്യാറാവുക. സോ ഞാൻ കസാക് ബെഞ്ചാലി, ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. 2022 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ ഒരു വർഷം 365 ദിവസം ലൈവായിട്ട് എൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ആ നമ്പറിൽ വിളിക്കുക. ഞങ്ങൾക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ലൈവായിട്ടുള്ള എൻ്റെ കൂടെ ജീവിച്ചുകൊണ്ടുള്ള ഒരു ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോഴ്സ് ജനുവരി 1 ലോഞ്ച് ചെയ്യുന്നുണ്ട്. കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഞാൻ കസാക് ബെഞ്ചാലി, ബിസിനസ് കോച്ച്, സക്സസ് സ്ട്രാറ്റജിസ്റ്റ്.